പ്രിയ കൂട്ടുകാരെ, ഇന്ന് കർക്കിടകം 1 രാമായണ മാസാരംഭമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെണ്ണിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ്. നിങ്ങൾക്കറിയാം, വെണ്ണിമല ക്ഷേത്രത്തെപ്പറ്റി ഒരുപാട് ചരിത്ര കഥകളും ഒക്കെയുള്ള പുണ്യപുരാണ ക്ഷേത്രമാണ്. അപ്പം നമുക്ക് ഈ ക്ഷേത്രത്തിലെ ഇവിടെ ഇനി കർക്കിടവാവൂരി നടക്കുന്നു. അതുപോലെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സാധ്യ തിരുനാളിൻ്റെ സംഗീത സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരിൽ ഒരാളായിരുന്ന ഷട്കാല ഗോവിന്ദ മാരാർ സംഗീതോത്സവവും വെണ്ണിമലയിൽ നടക്കുകയാണ്. നാളെ വൈകിട്ട് 5:30 കലാമണ്ഡലത്തിൽ ഷട്കാല ഗോവിന്ദ മാരാർ സംഗീതോത്സവം വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന സത്സംഗ് പ്രമുഖ് KS ഓമനക്കുട്ടനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് KA പ്രസാദ് കരുനാട്ടുപറമ്പിൽ അധ്യക്ഷത വഹിക്കും. തുടർന്ന് കോട്ടയം വീരമണിയുടെ ത്യാഗരാജ രാമഭക്തി സംഗീത ഉപന്യാസമാണ് നടക്കുന്നത്. 19 മുതൽ 24 വരെ കലാമണ്ഡലത്തിൽ വിവിധ കലാപരിപാടികളാണ് നടക്കുന്നത്. 24 പുലർച്ചെ 4 മണി മുതലാണ് ക്ഷേത്രക്കുളത്തിൽ കർക്കിടവാവ് ബലിതർപ്പണം നടക്കുക. അന്ന് പിതൃപൂജ, വിഷ്ണുപൂജ, കൂട്ടനമസ്കാരം എന്നിവയും പൊതുമണ്ഡപത്തിൽ മേൽശാന്തി ശ്രീരാഗ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തിലഹോമവും നടക്കുകയാണ്. ബലിതർപ്പണ ദിനത്തിൽ ഭക്തജനങ്ങൾക്ക് അന്നദാനത്തിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും. പുതുപ്പള്ളി, പാമ്പാടി എന്നിവിടങ്ങളിൽ നിന്ന് KSRTCയുടെ സ്പെഷ്യൽ സർവീസും ഉണ്ടാകും. ഏകദേശം 1 ലക്ഷം ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ ചടങ്ങിന് എത്തുമെന്ന് കരുതുന്നു. അതിനുവേണ്ട സജ്ജീകരണങ്ങളെല്ലാം സേവാസമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിംഗ് സൗകര്യത്തിനായി ജിസാറ്റിൻ്റെ കോളേജിൻ്റെ ഗ്രൗണ്ട്, അതുപോലെ ഷട്കാല ഗോവിന്ദ മാരാർ ഗ്രൗണ്ട്, പഞ്ചായത്ത് ഗ്രൗണ്ട്, ദേവസ്വം ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തായിട്ട് കപിലഗുഹ സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നിന്ന് വലത്തോട്ട് തിരിയുമ്പോൾ അത്ഭുതങ്ങൾ നിറഞ്ഞ തീർത്ഥക്കുളവും സ്ഥിതി ചെയ്യുന്നു. ഒരു കാലത്തും വറ്റാത്ത നീരറിവുള്ള തീർത്ഥക്കുളമാണ് വെണ്ണിമല ക്ഷേത്രത്തിലേത്. ബലിതർപ്പണ ചടങ്ങിനായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം 10,000 പേർക്ക് ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യം ഈ ക്ഷേത്രക്കുളത്തിലുണ്ട്. ദേവപ്രീതിക്കും പിതൃപ്രീതിക്കുമായി അന്നദാന വഴിപാട് ഈ ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ്. അതിന് ദേവസ്വം കൗണ്ടറുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അതുപോലെ ഗണപതി ഹോമം, പാൽപ്പായസം, കടുംപായസം, അറുനാഴിപ്പായസം, ചന്ദനം ചാർത്ത്, അഭിഷേകം എന്നീ വഴിപാടുകൾക്കും മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ പ്രതിക്കളുടെ നിത്യശാന്തിക്കായി തിലഹോമം, കൂട്ടനമസ്കാരം, പിതൃപൂജ, നമസ്കാരം, വിഷ്ണുപൂജ എന്നിവയും ഇവിടെ നടത്താവുന്നതാണ്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ചതുശത നിവേദ്യം, പാൽപ്പായസം, സഹസ്രനാമാർച്ചന, നമസ്കാരം, വിഷ്ണുപൂജ, കൂട്ടനമസ്കാരം, ചന്ദനം ചാർത്ത് എന്നിവയാണ്. അതുപോലെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആവാഹിച്ച പ്രതിമകൾ, ആൾരൂപങ്ങൾ, ചന്ദനമുട്ടികൾ എന്നിവ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുവാനോ അതുമായി നാലമ്പലത്തിനുള്ളിൽ പ്രവേശിക്കുവാനോ പാടില്ലാത്തതാണ്. ഇതാണ് ക്ഷേത്രത്തിന് മുൻവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഷട്കാല ഗോവിന്ദ മാരാർ സ്മാരക കെട്ടിടം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1500ഓളം അടി ഉയരത്തിൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പുണ്യഭൂമിയാണ് വെണ്ണിമല ശ്രീരാമലക്ഷ്മണ സ്വാമി ക്ഷേത്രം. നമസ്കാരം. കോട്ടയം വെണ്ണിമലയിൽ ശ്രീരാമലക്ഷ്മണ ക്ഷേത്രത്തിൽ ജൂലൈ 18 മുതൽ 23 വരെ നടക്കുന്ന ഷട്കാല ഗോവിന്ദമാര സംഗീതോത്സവത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. യണമിതമെത്രയുമത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം